ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ എൻ്റെ മാമനെ ആക്സിഡൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ വന്നിട്ട് 1.5 മണിക്കൂറായിരുന്നു. ഇതേവരെ ആൾക്കൊരു ഫസ്റ്റ് എയ്ഡോ കാര്യങ്ങളോ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലില്ല. ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പല കൗണ്ടറായി മാറി മാറി പോവാണ്. അവരോട് അത് ചോദ്യം ചെയ്തപ്പോൾ ഫസ്റ്റ് കാണിച്ചത് എവിടെ അവർക്ക് മാത്രം മരുന്ന് കൊടുക്കാനുള്ള അവകാശമാണ് ഈ ആശുപത്രിയിൽ. നമ്മള് ആക്സിഡന്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അല്ലാണ്ട് ഇവിടെ കല്യാണം കൂടെ വന്നല്ല. 1.5 മണിക്കൂറോളായി നമ്മളിവിടെ നടക്കണം. അവർ ആ കൗണ്ടർ ഈ കൗണ്ടർ BP-യിലാണെങ്കിൽ വേറെ ഒപ്പ് വേറെ മേടിച്ചിട്ട് വരണം, എന്നാലും നമുക്ക് ആനുകൂല്യം കിട്ടുള്ളൂ. ഇത്രയും നേരമായിട്ട് ഇത്രയും എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റ് വന്നിട്ട് ഇവിടെ ഒരു ഡോക്ടർ ഫസ്റ്റ് എയ്ഡ് പോലും കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മളൊക്കെ വിശ്വസത്തോടെ വരുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണ്. വെറുതെ അല്ല എല്ലാവരും പ്രൈവറ്റ് ആശുപത്രിക്ക് പോകുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പലരും ആലോചിക്കുന്നുണ്ടാവും എന്താണ് സംഭവം, എന്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ ഉണ്ടായണാവോ എന്നുള്ള ഒരു ഇതിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ എനിക്കും എൻ്റെ വീട്ടുകാർക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ മുളങ്കുന്നത്തുകാവ്, അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായ ഒരു അനുഭവം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. ഈ വീഡിയോ എന്നെ പോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, അതായത് ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഗവൺമെന്റ് ആശുപത്രികളും ഗവൺമെന്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടും. അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ അങ്കിളിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. അത് കുറച്ച് സീരിയസ് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു ലെഗിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാറിൽ നിയറസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അവരാണ് അവിടെ എക്സ്റേയും കാര്യങ്ങളും ഇല്ല ആ ടൈമിൽ. അന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടായിരുന്നു. അവർ തന്നെ ആംബുലൻസിലാണ് നമ്മളവിടെ എത്തിയത്. അത്രയും സീരിയസ് ആയിട്ടൊരു പേഷ്യന്റ് അവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടും അവർ വേണ്ട ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഫസ്റ്റ് എയ്ഡ് പോലും നമ്മുടെ പേഷ്യന്റിന് കിട്ടുന്നില്ല. നമ്മൾ 8:30 അവിടെ എത്തിയിട്ട് നമുക്ക് 11 മണിയോളം നമ്മൾ ഓരോ കൗണ്ടറായി മാറി നടക്കുക, പേപ്പേഴ്സ് റെഡിയാക്കുക, സ്കാനിങ്ങിന്റെ ടൈം എടുക്കുക, സീല് വെക്കുക, അങ്ങനെയായിട്ട് പേഷ്യന്റിനെ നമ്മൾ ആ സ്ട്രക്ചറിൽ ഒരു സൈഡിൽ കിടത്തിയേക്കാണ്. ആള് വേദന കൊണ്ട് പുറയണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സിന് ചിലപ്പോൾ അത് വിഷയം ഉണ്ടാവില്ല, അവരത് ഡെയിലി കാണുന്നതായിരിക്കാം. പക്ഷെ നമ്മുടെ ഒരു റിലേറ്റീവ് ആണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അവരോട് എനിക്ക് കുറച്ച് സംസാരിക്കേണ്ടി വന്നു. ഞാനത് പറഞ്ഞ വഴിക്ക് അവർ എന്നോട് ഷൗട്ട് ചെയ്യാണ് ചെയ്തത്. നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ വീഡിയോസിലോ കാണുന്ന പോലെ മാലാകന്മാരെ പോലെ മുകളിൽ വട്ടം വെച്ച് ഇരിക്കുന്ന ടീംസ് ഒന്നും അല്ല അവരതിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലും ചെയ്തിട്ടാണ് അവരത് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടായാലും. കാരണം ഞങ്ങൾ അവിടെ നിന്ന് അത്രയും പേർക്കും തോന്നിയില്ല അവർ ചെയ്യുന്നത്. അതിന് മാത്രം തിരക്കും ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് നമുക്ക് ഭയങ്കര ബാഡായത്. ഞാനത് ചോദ്യം ചെയ്തപ്പോൾ അവർ പറയണത്, അതായത് നമ്മൾ ചെന്നപ്പോൾ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആദ്യം ഈ ഇഞ്ചുറിയുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം അവർ നമ്മളെ നേരെ സർജറി ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടായിരുന്നു. അപ്പൊ അവിടെ ചെന്ന സർജനോട് സംസാരിക്കായിരുന്നു. ആള് പറഞ്ഞത് സ്കാനിങ്ങിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമേ ആളുടെ നേരത്തെ തൊടാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അത് നമ്മൾ 8:30 ചെന്ന് പിന്നെ നമുക്ക് ടൈം കിട്ടിയത് 10:45-നാണ്. 10:45 വരെ ഇയാൾ ഇങ്ങനെ കിടത്തണം. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഇയാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ആർക്കാരും ദേഷ്യം വരും. അതാണ് നമ്മളവിടെ പ്രതീക്ഷിച്ചത്. അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടായതിനു ശേഷമാണ് ആ ഡോക്ടർ നമ്മുടെ ഇതിനു വേണ്ടി ഒന്ന് ആക്റ്റീവായിട്ട് വന്നതും ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നതും. നമ്മളവിടെ ഒരു വിഷയം ഉണ്ടാക്കിയതിന് ശേഷമാണ്. അതായത് ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പിടിച്ചു വാങ്ങേണ്ട ആവശ്യമാണ് മെഡിക്കൽ കോളേജുകളിൽ. ഇപ്പോൾ നമ്മൾ ഇത്രയും വിശ്വസ്തയോടെയൊക്കെ കാണുന്ന നമ്മുടെ ഡോക്ടേഴ്സും നേഴ്സുമാരൊക്കെയാണ് നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അത്രയും നേരം ആയിട്ടാണ്. 8 മണിക്ക് വന്നിട്ട് 1 മണിയായി നമ്മളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അത്രയും നേരം നമ്മുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും അവിടെ കെട്ടിക്കിടക്കായിരുന്നു. നമുക്ക് വേറെ വഴിയില്ല. ഇതെല്ലാം അവർ കാണുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും അവർ ഇടപെടാത്ത മാതിരി നമ്മൾ അത്രയും കെയർലെസ് ആയി നമ്മളൊന്നും കൺസിഡർ ചെയ്യാത്ത രീതിയിലാണ് അവർ അത്ര നേരം ചെയ്തത്. നമുക്ക് ഭയങ്കര ബാഡായി പോയി അത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 12:15 ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങിക്കാനാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി ദൈവാധീനം കൊണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സീരിയസ് ഇഞ്ചുറിയോ കാര്യങ്ങളോ പറ്റി, അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് വേണം, കയ്യിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളെ ആശ്രയിക്കാതിരിക്കുക. കാരണം വെച്ചാൽ നമുക്ക് വേണ്ട ബെറ്റർ ട്രീറ്റ്മെന്റ് ഒന്നും അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആനുകൂല്യം പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോയി ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ലൈഫ് വരെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. ആവശ്യ സമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഇതേപോലെയുള്ള ആശുപത്രികളുടെ ആവശ്യമൊന്നുമില്ല. ഇത്ര ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുക. ക്യാഷ് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് നല്ലൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ കാണിച്ചാൽ ലൈഫെങ്കിലും കിട്ടും. അത്രയും എനിക്ക് പറയാനുള്ളൂ.